യെസ് ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ 51ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഗീറോങ്ങിലോട്ട് പോവുകയാണ്. ഗീറോങ് എന്ന ടൗണിലേക്ക് പോവുകയാണ്. അതായത് ബോർഡറാണ്, നേപ്പാൾ ചൈനയുടെ ബോർഡറാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇന്നാണ് പോകാൻ പ്ലാൻ ചെയ്തത്. ഇന്ന് ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്നലെ പ്ലാനിൽ ചെറിയ വ്യത്യാസം വന്നതുകൊണ്ട് അത് നാളേക്ക് മാറിയിരിക്കുകയാണ്. നാളെ ഞങ്ങൾ ചൈനയുടെ ബോർഡർ കടക്കും, നേപ്പാളിൽ കയറും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗംഗ എന്നാണ്. ഗംഗ നമ്മുടെ പുറയിൽ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മലയാണ് നമ്മുടെ എവറസ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാം. ഓൺ ദ വേ ഞങ്ങൾ പീക്കുസ്തോ എന്നൊരു ലേക്കിലെത്തി. വളരെ മനോഹരമായ ഒരു ലേക്കാണ്. ചുറ്റും മൗണ്ടനാണ് ആസ് യൂഷ്വൽ. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം മലകൾ മാത്രം. അതിൻ്റെ താഴെ ഒരു വലിയ തടാകവും. ചേട്ടന്മാരൊക്കെ ഫോട്ടോ എടുത്തു തുടങ്ങി, എന്നെ കൂടാതെ. അയ്യോ, ഞാനും ഉണ്ട് ഇവിടെ. ഈ ലേക്കിൻ്റെ മുമ്പിൽ ഒരു ചെറിയ മൗണ്ടൻ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ എവറസ്റ്റിനോട് ചേർന്നുള്ള മലകളാണ്. നമുക്കിത് നോക്കി കാണാം. ഈ രണ്ട് മലയുടെയും ഇടയ്ക്ക്, അത് ആക്ച്വലി മൂടൽമഞ്ഞ് കാരണം കാണത്തില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണാം. ഈ കാണുന്നതാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ്. ആ രണ്ട് മലകൾക്ക് അപ്പുറമാണ് എവറസ്റ്റിൻ്റെ ഭാഗം. നല്ല ഭംഗിയാണ് കാണാൻ. താഴെ ഈ മലയുടെ താഴ്വാരത്തോടെ നല്ലൊരു പുഴ ഒഴുകുന്നുണ്ട്. ശരിക്കും നമുക്ക് ശബ്ദം കേൾക്കാം, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നമ്മുടെ ചേട്ടന്മാരെല്ലാം താഴെ നിൽപ്പുണ്ട്. ചങ്ക വിശാൽ ഭായ് ഹലോ പറഞ്ഞേ. സഖ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എവറസ്റ്റിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അത് ഞാനത് വ്യക്തമായിട്ട് കാണിക്കാം. ഈ കാണുന്നത് ഈ മലയോട് ശേഷം കാണുന്നതാണ് എവറസ്റ്റിൻ്റെ ഒരു ഭാഗം. നമുക്ക് സൂം ചെയ്താൽ നമുക്കത് കാണുമ്പോഴും മഞ്ഞുപാളി പോലെ നിൽക്കുകയാണ്. മഞ്ഞായാലും മുഴുവൻ വെളുത്തിരിക്കുന്ന സ്കൈയും അതെല്ലാം ഒരുപോലെയാണ് ക്യാമറ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുന്നത് ഞാൻ സൂം ചെയ്ത് കണ്ട് ഈ കാണുന്ന വെളുത്ത ഭാഗമാണ് എവറസ്റ്റിൻ്റെ ഒരു ഭാഗം. അപ്പം അതുപോലെ തന്നെ വേറൊരു ഭംഗി എന്ന് പറയുന്നതെല്ലാം എവറസ്റ്റിനോട് ചുറ്റുമുള്ള ഭാഗങ്ങളാണ്. മുമ്പിൽ ഈ വെളുത്ത് കാണുന്നതും നമ്മുടെ എവറസ്റ്റിൻ്റെ ഭാഗമാണ്. ഇപ്പം കാണാൻ ക്ലിയറായിട്ട്. ഓക്കെ, ഇനിയാണ് അതിൻ്റെ മുന്നിലുള്ള ഒരു വെള്ളച്ചാട്ടം. അയ്യോ, ഇങ്ങനെ ഒരു ഭയങ്കര മലയാണ്. അതിൻ്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ വെള്ളച്ചാട്ടം. ഈ മലയുടെ താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതും വളരെ നല്ല ചെളിവെള്ളമാണ് ഒഴുകുന്നത്. പാറമേൽ കൂടെ ഒഴുകി വരുന്ന പോലെ നമ്മുടെ വെളുത്ത കക്കായുടെ മേളിൽ കൂടെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളക്കളറാണ് ആ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്. അതിഭംഗിയാണ്, അതിഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര രസമാണ് ഇതിൻ്റെ വ്യൂ കാണുന്നത്. അതുകൊണ്ട് ബേസ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാറി. ഇന്നലെ പോയവർക്കെല്ലാം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് വൈകിട്ടത്തെ കുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു അവസരം കിട്ടി ഇന്നും കൂടെ. അപ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് നേപ്പാൾ ഹോളിഡേയിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ കടയിൽ വന്നു. ഇവിടെ നല്ല സംഭവമൊക്കെ ഇരിപ്പുണ്ട്, അടിപൊളി പീസുകൾ ഇരിപ്പുണ്ട്.
അപ്പോൾ യാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയിൽ കാണുന്ന ഒരു ആടിനെ കഴിഞ്ഞ് വലുതാണ്. അപ്പം ആടിൻ്റെ കൂട്ടിരിക്കും, കൊമ്പുണ്ട്, വലിയ കൊമ്പും ഇതൊക്കെയുള്ളൊരു മൃഗമാണ്. നമ്മുടെ വീഡിയോയിൽ എവിടെയോ അതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യാക്കിൻ്റെ മീറ്റാണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വെളിയിലൊന്നും കണ്ടിട്ടില്ല യാക്കിനെ. രണ്ടര കിലോ 2.25 കിലോ. അപ്പോൾ ഇതാണ് യാക്കിൻ്റെ മീറ്റ്. നമ്മുടെ ബീഫിൻ്റെ മീറ്റ് പോലെ ഇരിക്കും. ഒരു ഹാഫ് ബീഫിൻ്റെ സൈസ് ഉണ്ട് ഇവിടുത്തെ വലിയൊരു യാക്കെന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് യാക്കിൻ്റെ പിക്ചറ്. ശരിക്കും ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ആടാന്ന് തോന്നുന്നു. വലിയ ചെമ്മരാടിൻ്റെ കൂട്ട്. എന്നാൽ അത് പോത്തുമല്ല ചെമ്മരിയാടും അല്ല. അതുപോലത്തെ അതിൻ്റെ രോമങ്ങളൊക്കെ ചെമ്മരിയാടിൻ്റെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ രോമങ്ങളെല്ലാം. പക്ഷെ നല്ല കറുത്ത രോമങ്ങളാണ്. എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ഫാമൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ കാണാം, വഴി കാണാം. യാക്ക് ഫാം. ഇവിടുത്തെ മിൽക്കൊക്കെ ഇതാന്ന് തോന്നണം. ഇവിടുത്തെ ഒരു മാർക്കറ്റാണിത്. വെജിറ്റബിൾ ആൻഡ് മീറ്റ് മാർക്കറ്റ്. എല്ലാ തരത്തിലുള്ള വെജിറ്റബിളും ഉണ്ട്. ഇഞ്ചി മുതൽ വെളുത്തുള്ളി എല്ലാ സാമഗ്രികളും കിട്ടും. വലിയൊരു മാർക്കറ്റിംഗ് ബിൽഡിങ്ങാണിത്. ഇവിടെ എല്ലാവരും തന്നെ ഇങ്ങനെ ഫ്രഷ് മീറ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചൈനയിലെ ലാസ്റ്റ് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ ഹോട്ടൽ ഓണർ, നമ്മുടെ ഗൈഡ്, എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മുടെ മുതലാളി ദേവിക്കുന്നു. ഫുഡൊക്കെ ഇറ്റ്സ് ലൈക്ക് എ ഹോം. ദിസ് ഇസ് ആൻറ്റി, ഓണർ ഓഫ് ദി ഹോട്ടൽ. Bye bye China.